ഓക്കെ, അപ്പം 25,000 രൂപ ബഡ്ജറ്റിനുള്ളിൽ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം 35,000 രൂപ ബഡ്ജറ്റിനുള്ളിൽ വന്നൊരു മോഡലാണിത്. ഇപ്പോൾ ഒരു നല്ലൊരു ഡീല് നടക്കുന്നുണ്ട്. അതായത് നമുക്ക് ഏകദേശം 8GB 128GB സ്റ്റോറേജ് വേരിയന്റിന് ഇപ്പോൾ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് 23,000 രൂപ ബഡ്ജറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് റിയൽമി GT2 എന്ന് പറയുന്ന മോഡലാണ്. അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതായത് നിങ്ങൾ ഈ ഒരു 2023 റിയൽമിൻ്റെ ഈ ഒരു റിയൽമി GT2 എടുക്കുമോ അല്ലെങ്കിൽ എടുക്കില്ലയോ, അതിൻ്റെ കാരണം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച്, അതായത് 25,000 രൂപ ബഡ്ജറ്റിന് താഴെ കിട്ടുന്ന സമയത്ത് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ്. LPDDR5 റാമും കാര്യങ്ങളും വരുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജും കാര്യങ്ങളാണ് വരുന്നത്. 8GB റാം വേരിയന്റും 128GB സ്റ്റോറേജ് വേരിയന്റിനായിരിക്കും 23,000 രൂപ ബഡ്ജറ്റ് കാര്യങ്ങളും വരുന്നത്. ഞാനിപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. ബെഞ്ച് മാർക്കും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമ്മുടെ റിയൽമി 11+ഉം അതുപോലെ ഈ ഒരു മോഡൽ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മോഡലാണ് റിയൽമി 11+ എന്ന് പറയുന്ന മോഡൽ. അപ്പം അതിൻ്റെ ബെഞ്ച് മാർക്കും ഈ ഒരു മോഡലിൻ്റെ ബെഞ്ച് മാർക്കും വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും ഹയർ ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. അതായത് റിയൽമി GT2ൻ്റെയാണ് ബെഞ്ച് മാർക്ക് ഹൈ ആയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് COD ഒക്കെ ഇതിൻ്റെ മാക്സിമം ആ ഒരു സെറ്റിംഗ്സിലിട്ട് കളിക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു 11 Pro Plusൽ നോക്കുകയാണെങ്കിൽ ചില വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു, അതിൽ നമുക്ക് മാക്സിമം ഒന്നും ഇട്ട് കളിക്കാൻ പറ്റില്ല. അതിനുള്ള ഓപ്ഷൻ നമുക്ക് ആ ഒരു ചിപ്സെറ്റിൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് COD കളിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും മാക്സിമത്തിലിട്ട് നിങ്ങൾക്ക് കളിക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് നമുക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാകും, ഈ ഒരു മോഡൽ ഒരു പഴയ മോഡലാണ്, ഇത് ഈ പ്രൈസ് റേഞ്ചിൽ മറ്റ് മോഡൽസ് വരുന്നുണ്ട്, അപ്പം ഈ ഒരു മോഡലിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ എന്നുള്ള ചോദിക്കുന്നുണ്ടെങ്കിൽ യാതൊരു പ്രോബ്ലവും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇതൊരു പഴയ മോഡലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് 25,000 രൂപ ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ഡീല് തന്നെയാണ് ഈ ഒരു റിയൽമി GT2 എന്ന് പറയുന്നത്. ഈ ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് മോട്ടോറോള H30 വരുന്നുണ്ട്, അതുപോലെ റെഡ്മി നോട്ട് 12 Pro Plus വരുന്നുണ്ട്, പിന്നെ iQOO Neo 6 വരുന്നുണ്ട്. ഇതിലൊക്കെ ചില കാര്യങ്ങൾ, അതായത് ചില കാര്യങ്ങൾ മാത്രമായിരിക്കും ബെറ്റർ ആയിട്ടുള്ള, മറ്റതൊക്കെ ഭയങ്കര ഡൗൺ സൈഡിലേക്കായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ് ഈ ഒരു റിയൽമി GT2 എന്ന് പറയുന്ന ഒരു മോഡൽ. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ അത്ര എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടില്ല. അതിപ്പം നമ്മുടെ ഈ റിയൽമിൻ്റെ ലേറ്റസ്റ്റ് ഇറങ്ങിയ ആ ഒരു മോഡലാണെങ്കിൽ കൂടി അതിൽ ഏകദേശം 21 ബ്ലോട്ട് ബേസും കാര്യങ്ങളും വരുന്നുണ്ട്, പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളും. ഈ ഒരു മോഡലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 14 ആപ്ലിക്കേഷനാണ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റിയൽമി GT2ൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു വിൻഡോയിൽ നമുക്ക് പരസ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഈ ഒരു മോഡൽ ഇറങ്ങിയ ആ സമയത്ത് നമുക്ക് Android 12 ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് Android 12 ആയിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു മോഡലിൽ 3 വർഷത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് Android 15 വരെ ഈ ഒരു മോഡൽ കിട്ടുന്നതായിരിക്കും. ഈ ഒരു മോഡലിൽ നമുക്ക് 11 5G ബാൻഡ്സും കാര്യങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ 5G ബാൻഡ്സും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. 50 MP ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും സോണിൻ്റെ IMX766 എന്ന് പറയുന്ന ആ ഒരു സെൻസറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു 11+ൽ നോക്കുകയാണെങ്കിൽ, അതായത് 11 Pro Plusൽ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ സെൻസറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് വെച്ച് നോക്കുന്ന സമയത്ത് മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു സെൻസർ തന്നെയാണ് ഈ ഒരു GTയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിനകത്ത് 50 MP മെയിൻ ക്യാമറ വരുന്നുണ്ട്, വിത്ത് OS സപ്പോർട്ട് ആയിട്ടുള്ള ക്യാമറയും കാര്യങ്ങളാണ്. അതുപോലെ നമുക്കിനകത്ത് 4K 60 FPS മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇതിൻ്റെ ക്യാമറ കമ്പാരിസൻ്റെ വീഡിയോസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മോഡലിൽ നമുക്ക് മൈക്രോ SD കാർഡും കാര്യങ്ങളും ഇല്ല. അതുപോലെ നമുക്ക് 3.5mm ഓഡിയോ പോർട്ടും കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്തിരിക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു മോഡലിൽ സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ബാക്കാണ് ഇത് വരുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഫ്രെയിം കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള ലുക്കും കാര്യങ്ങളും കിട്ടില്ല. അതായത് നമ്മുടെ 11 Pro Plus വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു രീതിയിലുള്ള ഡിസൈൻ പാറ്റേൺ അല്ലെങ്കിൽ അത്രയും ലുക്കൊന്നും ഇല്ലെങ്കിൽ കൂടി ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളും ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഡിസൈൻ ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. നമുക്കിനകത്ത് 120 Hzൻ്റെ AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. നോർമൽ AMOLED ഡിസ്പ്ലേ അല്ല, നമുക്ക് E4ൻ്റെ AMOLED ഡിസ്പ്ലേ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. 1300 nits ആണ് പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നത്. അപ്പം ഡിസ്പ്ലേ നോക്കുന്ന സമയത്തും ഇത് ഓക്കെ ആയിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു മോഡൽ കിട്ടുന്നത്. അവിടെ യാതൊരു കോംപ്രമൈസും കാര്യങ്ങളും വന്നിട്ടില്ല. നിങ്ങൾക്ക് നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും അതുപോലെ 65 watt സൂപ്പർ വോക്ക് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡൽ സപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പവർ ബാക്കപ്പും കാര്യങ്ങളും ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോട്ട് ബേസ് മാത്രമാണ്. അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡീലായിരിക്കും. അതായത് ഈ ഒരു 23,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ 25,000 രൂപ ബഡ്ജറ്റിനുള്ളിൽ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കണം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു കില്ലറായുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതായത് സ്നാപ്ഡ്രാഗണിൻ്റെ ആ ഒരു 888 കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു സൂപ്പർ ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റം കാര്യങ്ങളും ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഡീല് ഒത്തിരി നാളുണ്ടാവില്ലായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു മോഡൽ ചൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേറെ പ്രിഫറൻസും കാര്യങ്ങളും വേറെ മോഡൽസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്നുള്ളൂ. അപ്പോൾ ഇതാണ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.